ഹേ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് വളരെ വേദന തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ച്. നമ്മളുടെ എന്താണ് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, ഇപ്പോൾ ദീപകിൻ്റെ മരണം. ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുറേ ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഈ ഒരു ലേഡി ഈ ഒരു ലേഡിയുടെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഞാനൊരു സ്ത്രീയല്ലേ, അപ്പോൾ എനിക്കിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് എനിക്ക് എൻ്റെ മനസാക്ഷിയോട് തന്നെ ചെയ്യുന്നൊരു തെറ്റായിട്ട് എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക സ്ത്രീകളും ഞാൻ ഈ പറയുന്ന കാര്യത്തോട് യോജിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ വിശ്വാസം, അഭിപ്രായമല്ല, എൻ്റെ വിശ്വാസം. നമ്മളൊരു ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. എനിക്ക് പലപ്പോഴും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ റിയാക്ട് ചെയ്ത സംഭവങ്ങളും ഉണ്ട്. പക്ഷേ എന്നെ അങ്ങനെ എൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോൾ ബസ്സിൽ കയറുന്ന പുരുഷന്മാർ എന്തായാലും നമ്മുടെ ഇഷ്ടപ്രകാരം ആയിരിക്കത്തില്ല നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. നമ്മളുടെ ഇഷ്ടമില്ലാതെ എന്താണ് നമ്മുടെ അനുവാദമില്ലാതെ നമ്മളുടെ ബോഡിയിൽ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ സഡൻ ആയിട്ട് റിയാക്ട് ചെയ്യില്ലേ? ഞാൻ അങ്ങനെയാണ്. അത് നമ്മൾ എന്താണ് ഒന്ന് മാറി നിൽക്കണോ എന്ന് നമ്മൾ പറയില്ലേ? അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ഥലം ഉണ്ടല്ലോ, കുറച്ചും കൂടെ നീങ്ങി നിൽക്കാമല്ലോ, എന്തിനിങ്ങനെ അടുത്തോട്ട് വന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അതൊരു സഡൻ റിയാക്ഷൻ അല്ലേ? നമ്മളുടെ ദേഹത്ത് ഒരാൾ വന്ന് മുട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് പ്രതികരിച്ച് പോകും. ഇനിയിപ്പോൾ ഇങ്ങനെ പ്രതികരണശേഷി ഇല്ലാത്ത കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കും, എന്തിനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കോളേജ് ബസ്സാകുമ്പോൾ ഭയങ്കര തിരക്കാണ്. ആ തിരക്കിൽ ഇങ്ങനത്തെ ഞരമ്പന്മാർ കയറും. ഇങ്ങനത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന ദീപകിനെ പോലെയല്ല. ആ മരിച്ച വ്യക്തിയെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല. ഞാൻ ഈ ലേഡിയെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ കയറുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എന്തിനാണ് പെൺകുട്ടികൾ ഇതിങ്ങനെ സഹിച്ച് നിൽക്കുന്നത്? ഒന്ന് ആരുടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഞാൻ എൻ്റെ അടുത്ത് നിന്നൊരു പെൺകുട്ടിയെ ഇങ്ങനെ ശല്യം ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇയാൾ ശല്യം ചെയ്യുമല്ലേ, കുറച്ചും കൂടി നീങ്ങി നിൽക്കുക, അല്ലെങ്കിൽ അയാളോട് ഞാൻ പ്രതികരിച്ച സന്ദർഭങ്ങളുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടുത്തോട്ട് വന്ന് നിൽക്കുന്നത്, കുറച്ചും കൂടി നീങ്ങി നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ചില ലേഡീസ്, ചില പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രതികരണ ശേഷി ഇല്ലാത്തൊരവസ്ഥ വരും. അതായത് ഉറക്കെ വിളിക്കാനും അല്ലെങ്കിൽ എന്താണ് എന്നിങ്ങനെ ഒച്ചപ്പാടെടുക്കാനൊക്കെ ചോദിക്കാനും ഒക്കെ ഉള്ളൊരു മടി, അവർ പെട്ടെന്ന് സ്റ്റക്കായി പോകുന്നു, ഫ്രീസായി പോകുന്നൊരവസ്ഥ. അത്തരം സന്ദർഭങ്ങളിലാണ് വീഡിയോയിൽ അത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഒരു തെളിവ് വേണം, അല്ലെങ്കിൽ അവർക്കത് അവരുടെ ഒരു ഇൻഡയറക്റ്റ് പ്രതികരണമാണ് അത്. അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അവരൊരിക്കലും ചിരിച്ചുകൊണ്ടാണോ നിന്ന് എടുക്കുന്നത് വീഡിയോ? അങ്ങനെ ചിരിക്കോ? ഞാൻ ഈ ലേഡിയുടെ വീഡിയോ കാണുമ്പോൾ അവരൊരു സൈഡിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഒരു സൈഡ് വെച്ചിട്ട് എടുക്കുമ്പോൾ അവർ ചെറുതായിട്ട് അവരുടെ ഒരു മുഖത്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പുഞ്ചിരി പോലെ. അപ്പോൾ എനിക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ സ്ത്രീകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. കാരണം ഞാനൊരു സ്ത്രീയാണ്. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു പക്ഷെ അയാൾ ഇങ്ങനെ തട്ടുന്നു, പുരുഷനൊന്ന് തട്ടുന്നു, കുറച്ചങ്ങോട്ട് സ്പേസ് ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കും അല്ലേ? എന്നിട്ടും അയാൾ ഇങ്ങനെ നമ്മുടെ പുറകെ വരുവാണ്. അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ മാറി നിന്നാലും ചിലരിങ്ങനെ പുറകെ വരും. പുറകെ വന്നേ ഇയാൾ അവിടെ നിന്നതല്ലേ, വീണ്ടും ഇങ്ങോട്ട് വന്നു. അപ്പം നമ്മൾ പിന്നെ ഒച്ചയെടുക്കും. അതായത് നിങ്ങൾ എന്തിനാണോ എൻ്റെ പുറകെ വന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ ഈ ലേഡി മാറി ഒന്നും നിൽക്കുന്നില്ല. ഇവര് വീട്ടിൽ തിരിഞ്ഞ് അങ്ങോട്ടങ്ങ് ചെന്ന് നിൽക്കുവാണ്. അതായത് എനിക്ക് വൈറലാകണം, ഈ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വൈറലാകുമല്ലോ, അതിന് വേണ്ടിയിട്ടാകാം. അത് തന്നെ ആയിരിക്കാം. ആ വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കാൻ നോക്കും അല്ലേ? ഇവര് മാറി നിൽക്കാത്തത് പോട്ടെ, ഇതിന്റെ വേറൊരു സൈഡ് ഞാൻ പറയാം. അതായത് ചില സ്ത്രീകൾ ഇതിന് സപ്പോർട്ടായിരിക്കും. ഞാൻ എൻ്റെ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ എനിക്കന്നൊരു 23 വയസ്സുണ്ട്. അന്ന് ഞാൻ ഒരു കാഴ്ച കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട്, അന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ പോക്കായിരുന്നു കേട്ടോ. ഇത് ഞാനിങ്ങനെ ആലോചിച്ച് കാരണം ഒരു 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 40-45 വയസ്സുള്ളൊരു സ്ത്രീ, ഒരു 50 വയസ്സൊക്കെ വരുന്ന ഒരു പുരുഷൻ, ഇവർ തമ്മിൽ ബസ്സിൽ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിൽ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു സ്പർശന സുഖം ഇവരിങ്ങനെ ഓരോന്ന് കാണിക്കുവാണ്. ഈ ലേഡി സപ്പോർട്ടാണ്. അതായത് ഈ ലേഡി ഒന്നും മിണ്ടുന്നില്ല. ഇവരിങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്, ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. ഇവർക്ക് മാറി നിൽക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നിട്ടും ഇവർ ആ പുരുഷനെ സപ്പോർട്ട് ചെയ്തങ്ങ് നിൽക്കുവാണ്. അപ്പൊ അങ്ങനത്തെ സ്ത്രീകളുണ്ടല്ലേ? അതായത് നമ്മൾ ഒരു രീതിയിലും പ്രതികരിക്കാതെ ചിരിച്ച് അത് സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ഒരു പുരുഷൻ ഈ പറഞ്ഞ ലേഡിയെ സമീപിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ കണ്ട ലേഡി ഉണ്ടല്ലോ, ഇവരെ സമീപിക്കുക എന്നുണ്ടെങ്കിൽ ഇവരങ്ങനെ തന്നെയല്ലേ നിന്ന് കൊടുക്കുന്നത്?
അതായത് ഇവരൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല അല്ലേ? അല്ല ഒന്ന് മാറി, അതായത് മാറി നിൽക്കാൻ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നിട്ടും അവർ തിരിഞ്ഞു നിൽക്കുന്നില്ല. ഇവർ വീണ്ടും ദാ തട്ടിക്കോളൂ, എന്റെ ബ്രസ്റ്റിലേക്ക് ഒന്ന് തട്ടാമോ പ്ലീസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അങ്ങനത്തെ പുരുഷന്മാരുടെ അടുത്താന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഒരു തെറ്റാകും? ഞാൻ ചിന്തിക്കണം. ഞാൻ ദീപക്കിനെ പറയുന്നതല്ല. അങ്ങനെ ഒരു പുരുഷനാണ് അവിടെ നിന്നതെന്നുണ്ടെങ്കിൽ അവരെന്താ ചിന്തിക്കുന്നത്? ഓ, ഈ ലേഡി ഓക്കെ ആണ്, ഈ ലേഡി അതിന് എന്താണ്, അത് അവർക്ക് നോ അല്ല, അവർക്ക് ഇതിനോട് താല്പര്യമുണ്ട് എന്ന് വിചാരിച്ച് അത് ടച്ച് ചെയ്യാനല്ലേ അവർ കൂടുതൽ ടച്ച് ചെയ്യാനല്ലേ നോക്കൂ. അപ്പൊ അതെന്താണ്? നമ്മുടെ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അവിടെ പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ? നമ്മൾക്ക് എല്ലാവരെയും പോയി അങ്ങ് ശരിയാക്കാൻ പറ്റൂല. ചില മാനസിക വൈകൃതങ്ങളുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? അവരിൽ നിന്ന് നമ്മൾ മാറുക, അല്ലെങ്കിൽ നമ്മളെ പിന്നെ അവർ ശല്യം ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത് റിയാക്ട് ചെയ്യുക? ഉറക്കെ പറയുക. കണ്ടക്ടർ ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, അവിടുത്തെ കുറേ ആൾക്കാർ. അതായത് ഒരു ബസ്സിൽ എന്തായാലും ആരും ഊമകളൊന്നും ആയിരിക്കില്ല, ആരും പ്രതികരണശേഷി ഇല്ലാത്തവരും ആയിരിക്കില്ല. നമുക്ക് വേണമെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാരോട് പറയാം അല്ലേ? കേരളത്തിലെ ചേട്ടന്മാരും ചേച്ചിമാരും വളരെ മിടുക്കികളാണ്. പല വീഡിയോസിലും ഓരോ റിയാക്ഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, യോ ഇത്രയും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. പലപ്പോഴും എന്താണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മളിപ്പോൾ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാർ, നല്ല ചിന്താഗതിയുള്ള പുരുഷന്മാരുണ്ട്. ഒരു സ്ത്രീ ഒരു ആവശ്യം പറയുമ്പോൾ അത് സഹായിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുവാണ്, എന്നെ ശല്യം ചെയ്യുവാണ് എന്ന് പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും നമ്മുടെ കേരളത്തിലുണ്ട്. എല്ലാ പുരുഷന്മാരും എന്തായാലും പ്രതികരിക്കാതെയും എല്ലാ സ്ത്രീകളും പ്രതികരിക്കാതെ ഇരിക്കും എന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് അടുത്തിരിക്കുന്ന ആൾക്കാരോട് പറയാല്ലേ, ഇയാൾ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുവാണ് എന്ന് പറയാല്ലേ, അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയാല്ലേ. കണ്ടക്ടറും ഡ്രൈവറും ആണല്ലോ ബസ്സിന്റെ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത്. അപ്പൊ അവരോട് പറയാല്ലേ. അപ്പൊ അവർ എന്നിട്ടും പറ്റുന്നില്ല, ഇവരാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഇല്ലാന്നുണ്ടെങ്കിലല്ലേ നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യമുള്ളൂ. എല്ലാവരും ഇപ്പൊ അങ്ങ് വീഡിയോ എടുക്കുവാണ് അല്ലേ? ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രതികരണശേഷി ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കും. അത് ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ ഒരു റിയാക്ഷൻ ആണ്. പക്ഷേ അല്ലാതെ പ്രതികരിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും നല്ലതാണ്. കാരണം ഇത് ഈ ഒരു പബ്ലിക് ആയിട്ട് ഇങ്ങനത്തെ ഞരമ്പന്മാരുടെ എണ്ണം ഒന്ന് കുറയ്ക്കാനായിട്ട്, ഞരമ്പന്മാരുടെ എണ്ണം എന്തായാലും കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല, അതൊരു മാനസിക രോഗമാണ്, അതിന് ട്രീറ്റ്മെന്റ് എടുത്താലേ കുറയത്തുള്ളൂ. പക്ഷേ പബ്ലിക്കായിട്ട് അവർ ഈ കാണിക്കുന്ന ചേഷ്ടകൾ അവരൊന്ന് കൺട്രോൾ ചെയ്യും അല്ലേ? കാരണം എന്താണ്, കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഓടി നടക്കും എന്നുള്ള ഭയം കൊണ്ട് അവരൊന്ന് ഒതുങ്ങും അല്ലേ? അതുകൊണ്ട് ഇത്തരം വീഡിയോസ് എടുത്ത് പബ്ലിക് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ, നമ്മൾക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പക്ഷേ ഇതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, അത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒരുപാട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും, അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും, ഈ ലോകത്തുള്ളവർക്ക് പോലും ഒരാളെ കൊല്ലുന്ന രീതിയിൽ വൈറലാകാനായി വീഡിയോസ് എടുക്കുന്നതിനോട് എനിക്ക് തോന്നുന്നില്ല. ക്രൂവൽ മെന്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ അല്ലേ? അല്ലാത്തവർക്കൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്താ ആള് നാട്ടിലില്ലല്ലോ, അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു, നാട്ടിൽ വരുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാൻ, വളരെ സൂക്ഷിച്ച് വേണം സ്ത്രീകളെ കൈകാര്യം ചെയ്യുക. അതായത് മറ്റ് അന്യ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പോലും വളരെ സൂക്ഷിച്ചായിരിക്കണം സംസാരിക്കേണ്ടത്. അപ്പം ആളും പറയുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. സത്യമല്ലേ? ഓരോ പുരുഷന്മാരും പറയുന്നുണ്ട്, ഈ കേരളത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ ജീവിക്കും? ഞാൻ ഈ പറയുന്നത്, ചില ആൾക്കാർ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്ത കുറേ ലേഡീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ അവരെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ അത് സപ്പോർട്ട് ചെയ്ത ആ സ്ത്രീകളുടെയൊക്കെ മനസ്സ് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. എന്തായിരിക്കും ആ മനസ്സ്? ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഒത്തിരി സ്പേസ് അവിടെ കിടപ്പുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ, അവർക്ക് വേണമെങ്കിൽ, ആ ലേഡിക്ക് വേണമെങ്കിൽ, ലേഡി എന്നൊന്നും പറയാൻ പറ്റില്ല, സ്ത്രീ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല അല്ലേ, രാക്ഷസി എന്ന് വേണം വിളിക്കാൻ. കാരണം ഒരാളെ കൊല്ലാനും മാത്രം ഇത്തരം പ്രവണത, അതായത് നമ്മളെ പക്ഷേ ഒരാൾ നമ്മളെ ആ രീതിയിൽ ഒന്ന് ടച്ച് ചെയ്തു എന്ന് വെച്ചോളൂ. ഇൻ കേസ് നമ്മൾ എന്താ പോലീസിനെ കാണുന്നു, നമ്മൾ കേസ് നിയമപരമായി പോവുക എന്നുള്ളതല്ലേ. മാത്രമല്ല ഇപ്പോൾ വൈറലാകാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥയാണ്. പ്രാങ്ക് വീഡിയോസ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ, എടി എനിക്കിങ്ങനെ റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? അത് ഈ ആൾക്കാരെങ്കിലും പ്രാങ്ക് വീഡിയോ എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റൂലല്ലോ. അപ്പം ഞാനൊരു ആലോചിച്ചു, ശരിയാണ്, നമ്മളടുത്ത് പെട്ടെന്ന് പ്രാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാങ്ക് എന്ന് പറയുന്നില്ലല്ലോ, നമ്മളടുത്ത് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ പെട്ടെന്ന് എന്നെയൊക്കെ വളർത്തിയിരിക്കുന്ന അങ്ങനെയാണ് കേട്ടോ. കാരണം അയ്യോ ഇതെന്താ ഏതാന്നുള്ളൊരു പേടിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് റിയാക്ഷൻ എന്തായിരിക്കും? എനിക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലായിരിക്കും അല്ലേ. പിന്നെ ഉണ്ട് കേട്ടോ, ഈ സോഷ്യൽ മീഡിയയിൽ
ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നവരെയാണ് ആൾക്കാർക്ക് വേണ്ടത്. അവരുടെ വീഡിയോസാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ പെരേര, ആറാട്ടണ്ണൻ അങ്ങനത്തെയൊക്കെ ആൾക്കാർ കുറേ പേര്, പിന്നെ അതൊക്കെ ഓക്കെ ഫൈൻ, അതൊക്കെ അവരുടെ ഇഷ്ടം. അവരുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ആൾക്കാർക്കും പല ടൈപ്പ് ആൾക്കാർ പല സ്വഭാവക്കാരാണല്ലേ. അപ്പം നമ്മൾ വേണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് സ്ക്രോൾ ചെയ്ത് കളയാം, അങ്ങനെയാണ്. പക്ഷേ കുറേ പേര് ഇത് കാണുന്നു, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്. അവരുടെയൊക്കെ ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. മര്യാദയ്ക്കുള്ള കണ്ടന്റും കാര്യങ്ങളും ഒന്നും ആർക്കും വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാണാനാണ് ഏറ്റവും ഇഷ്ടവും താല്പര്യവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ നാട്ടിൽ. എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോടൊന്ന് പറയാൻ തോന്നിയത്. ഇന്ന് ടിപ്സ് ഒന്നും അല്ല, ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ്. എനിക്ക് കുറച്ച് എനർജി കുറഞ്ഞിരിക്കുവാണല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വിഷമമാണ് എനിക്ക്. ആ വിഷമത്തിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ ആയതുകൊണ്ടാകാം എനിക്ക് വലിയൊരു എനർജി ഒന്നും ഇല്ല. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ എനിക്കിത് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഇത് പറയാതിരിക്കാനും പറ്റില്ല. ഞാനൊരിക്കലും ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യുന്നത്. എനിക്ക് മിക്ക സ്ത്രീകളും ഇങ്ങനെ ആയിരിക്കില്ലല്ലേ റിയാക്ട് ചെയ്യുന്നത്. ഒരാളിങ്ങനെ ഒരു പുരുഷനിങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയല്ല റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ഒരു പുരുഷനെ ഇരയാക്കിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോ കണ്ടിട്ട്. സോ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് താങ്ക് യു സോ മച്ച്. ബൈ.